വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. 2024 ഏത് നവോത്ഥാന നായകൻ്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ചാണ് വള്ളിക്കുന്ന്, അതായത് ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലമാണ് വള്ളിക്കുന്ന്, അവിടെ പ്രതിമ സ്ഥാപിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ചട്ടമ്പി സ്വാമികൾ. 2024 ഏത് നവോത്ഥാന നായകൻ്റെ സമാധിയുടെ ശതാബ്ദി ദിനാഘോഷത്തോടനുബന്ധിച്ചിട്ടാണ് വള്ളിക്കുന്നത്ത് പ്രതിമ സ്ഥാപിച്ചത്? ചട്ടമ്പി സ്വാമിയാണ് ആൻസർ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് ബൊറേലിയ ബെർഗ്ഡോർഫെറി. ബൊറേലിയ ബെർഗ്ഡോർഫെറി എന്നാണ്. അപ്പോൾ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് ബൊറേലിയ ബെർഗ്ഡോർഫെറി. അപ്പോൾ നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ ലൈം കുടിക്കുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർക്കാമല്ലോ. അപ്പോൾ ബൊറേലിയ ബെർഗ്ഡോർഫെറിയാണ് ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ്. അപ്പോൾ തളിപ്പറമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മണ്ഡലമാണ്, ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ്. ഇടം എന്ന് പറയുന്നൊരു പദ്ധതിയിലൂടെയാണ് തളിപ്പറമ്പ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. അപ്പോൾ ഇടം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവെയർനെസ് മിഷനാണ്. എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവെയർനെസ് മിഷനാണ് ഇടം. അപ്പോൾ ഈ പദ്ധതിയിലൂടെയാണ് തളിപ്പറമ്പ് ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചൊരു വിമാന കമ്പനിയാണ് ഫ്ലൈ 91. ഫ്ലൈ 91 ആണ് മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളൊരു വിമാന കമ്പനിയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. അപ്പോൾ ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ ഒരു നദിയായിട്ട് പെരിയാറുണ്ട്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുംകര ഇരിങ്ങാലക്കുടയിലാണ്. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനാണ് ആര്? സംഗമഗ്രാമ മാധവൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുംകരയിലാണ്. കല്ലേറ്റുംകര ഇരിങ്ങാലക്കുട. ഒന്നുകൂടെ നമുക്ക് നോക്കാം. 2024 ഏത് നവോത്ഥാന നായകൻ്റെ സമാധിയുടെ ശതാബ്ദി ദിനത്തോടനുബന്ധിച്ചിട്ടാണ് വള്ളിക്കുന്ന് എന്ന സ്ഥലത്ത് പ്രതിമ സ്ഥാപിച്ചത്? ആൻസറാണ് ചട്ടമ്പി സ്വാമി. പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. പരിസ്ഥിതി ബജറ്റും കേരളമാണ്. അതുപോലെ ലൈം ഡിസീസിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് ബൊറേലിയ ബെർഗ്ഡോർഫെറി. ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ്. അത് ഇടം എന്ന് പറയുന്നൊരു പദ്ധതിയിലൂടെയാണ് അങ്ങനെ കൈവരിച്ചത്. മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ 91. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. സംഗമഗ്രാമ മാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുംകര ഇരിങ്ങാലക്കുടയിലാണ്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം തടയുന്നതിനുള്ള ഒരു പദ്ധതിയാണ് പൊൻവാക്ക് എന്ന് പറഞ്ഞാൽ ശൈശവ വിവാഹം തടയണം എന്നുള്ളതാണ് പൊൻവാക്ക്. അങ്ങനൊരു വാക്ക് പറയുക, ശൈശവ വിവാഹം തടയുക എന്നുള്ളത്. അപ്പോൾ പൊൻവാക്ക് കിട്ടും. ശൈശവ വിവാഹം തടയാനാണ് പൊൻവാക്ക്. വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ഒരു കാലാവസ്ഥ ഉച്ചകോടിയാണ് ജാത്തിരെ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഒരു വയനാട് പഞ്ചായത്തൊക്കെ അല്ല. അപ്പോൾ ആ ഒരു ടേം ഓർക്കുക, ജാത്തിരെ എന്നുള്ളൊരു ടേമാണ് ഉച്ചകോടിയുടെ പേരാണത്. രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയും കൂടിയാണ് വയനാട്. അപ്പോൾ വയനാട്ടിൽ കുറേ വനങ്ങളുണ്ടല്ലോ. അപ്പോൾ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലയാണ് വയനാട്. 2024 അന്തരിച്ച ഉണ്ണി ആറന്മുള, അദ്ദേഹം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? സിനിമാ സംവിധായകനാണ്. KR ഉണ്ണികൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 2024 ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞനാണ് KG ജയനാണ് പ്രശസ്ത സംഗീതജ്ഞൻ. ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതിയാണ് KFON. അപ്പോൾ എന്ത് പുരസ്കാരമാണ് കിട്ടിയത്? ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയതാണ് KFON. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് ആണ് KFON എന്ന് പറയുന്നത്.
കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. കേരളത്തിൽ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഉദയ് ഡബിൾ ഡെക്കർ ട്രെയിൻ. ഉദയ് എന്നാണ് ഡബിൾ ഡെക്കർ ട്രെയിനാണ്, അപ്പോൾ കുറച്ച് ഉദയ് എന്ന് ഓർക്കാം. അത് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിലാണത് ഓടിയത്. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ക്നെമാസ്പസ് വാൻഗോഗി ഏതിനത്തിൽപ്പെട്ട ജീവിയാണ്? പല്ലിയാണ് അല്ലേ. വാൻഗോഗി എന്നാണ്, പല്ലിയാണ്. പൊൻവാക്ക് എന്ന് പറഞ്ഞാൽ ശൈശവിവാഹം തടയാനുള്ളത്. ജാത്തിര എന്ന് പറയുന്നത് എന്തായിരുന്നു? വയനാട്ടിലെ ഒരു കാലാവസ്ഥ ഉച്ചകോടിയാണ്. കാർബൺ തുല്യതാ റിപ്പോർട്ടും വയനാട് തന്നെയാണ്. ഉണ്ണി ആറന്മുള സംവിധായകൻ, മലയാള സിനിമാ സംവിധായകനാണ്. കെ ജയൻ അന്തരിച്ചു, അദ്ദേഹം സംഗീതജ്ഞനാണ്. കെ ഫോണിന് എന്ത് കിട്ടി? ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ അഭിപ്രായപ്പെട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേരളത്തിൽ ആദ്യമായിട്ട് പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് എന്ത്? ഉദയ് ഡബിൾ ഡെക്കർ ട്രെയിനാണ്. വാൻഗോഗി എന്താണ്? ക്നെമാസ്പിസ് വാൻഗോഗി, അത് പല്ലിയാണ്. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് വർക്കല. അപ്പോൾ സർഫിംഗ് വർക്കല, അവിടെ ഒരു സിമിലാരിറ്റി ഇല്ലേ? സർഫിംഗ് വർക്കല. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി അറിയാൻ പോകുന്നത് അധിക നികുതി എന്ന പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്. ആഡംബര നികുതിയുടെ പേരെന്താക്കി? അധിക നികുതി എന്നാക്കി. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ശെന്തുരുണി. ശെന്തുരുണി എന്ന് പറയുന്നതിന് കുറേ വനമുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? തുമ്പികളുടെ വൈവിധ്യമുണ്ട്. 2ാം സ്ഥാനമാണ് സൈലന്റ് വാലി. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് വീട്ടുമുറ്റത്ത് വിദ്യാലയം. അപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടുമുറ്റത്ത് തന്നെ എന്ത് ചെയ്യും? ഒരു വിദ്യാലയമാക്കുന്നത്. അതായത് സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ എന്ത് ചെയ്യും? വീട്ടിലെത്തിയിട്ട് കുട്ടികൾക്ക് പിന്തുണ കൊടുക്കും എന്നുള്ളതാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഫോബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടം നേടിയ മലയാളി വനിതയാണ് ആര്? സാറ ജോസ് മുത്തൂറ്റ്. മലയാളികളിൽ ഒന്നാമത് ആരാണ്? MA യൂസഫ് അലിയാണ്. അപ്പോൾ ഫോബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിലാണ് ഒരു മലയാളി വനിത ഇടം നേടുന്നത്. അതാരാണ്? സാറ ജോർജ് മുത്തൂറ്റാണ്. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ISPS എന്താണ്? ISPS ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡാണ്. ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡാണ് ISPS. അത് ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് ഏത്? വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡാണ് INTRV01. ഇന്ത്യ തിരുവനന്തപുരം ജില്ലയാണ്. INTRV01 ആയിരുന്നു. അപ്പോൾ ആദ്യം ഒരു കോഡ് ഉണ്ടായിരുന്നു, INNYY1 എന്നായിരുന്നു. അതിപ്പോൾ മാറ്റിയിട്ട് INTRV01 എന്നാക്കി മാറ്റി. അപ്പോൾ എന്താണ്? സർഫിംഗ് ഫെസ്റ്റിൻ്റെ വേദിയാണ് വർക്കല. ആഡംബര നികുതി അധിക നികുതി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. തുമ്പികളുടെ വൈവിധ്യമുള്ളത് ശെന്തുരുണിയാണ്. 2ാം സ്ഥാനം സൈലന്റ് വാലിയാണ്. വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്താണ്? പഠനത്തിൽ പിന്നിലുള്ള കുട്ടികളെ എന്ത് ചെയ്യുക? വീട്ടിലെത്തി പിന്തുണ കൊടുക്കുന്നൊരു സംരംഭമാണ്. ഫോബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ സാറ ജോർജ് മുത്തൂറ്റാണ്, മലയാളി വനിതയാണ്. ISPS സർട്ടിഫിക്കേഷൻ ലഭിച്ച ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അതിൻ്റെ ലൊക്കേഷൻ കോഡാണ് INTRV01 എന്നുള്ളത്. ശംഖുമുഖം തീരത്ത് മുട്ടയിടാനെത്തിയ വംശനാശ ഭീഷണി നേരിടുന്നൊരു കടലാമയാണ് ഒലീവ് റിഡ്ലി കടലാമ. ഒലീവ് റിഡ്ലി കടലാമയാണ് ഒരു വംശനാശ ഭീഷണി നേരിടുന്നൊരു കടലാമയാണ്. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ എവിടെയാണ് വരുന്നത്? വിഴിഞ്ഞത്താണ്. അപ്പോൾ വിഴിഞ്ഞം റിലേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, എല്ലാം നോട്ട് ചെയ്തൊന്ന് പഠിക്കാം. വിഴിഞ്ഞത്ത് എന്താ വരുന്നത്? ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻ്ററാണ്. ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടുവാണ് സമം. ഞാറ്റേല ശ്രീധരൻ്റെ ദ്രാവിഡ ഭാഷാപദ പരിചയത്തിൻ്റെ ഓൺലൈൻ രൂപമാണിത്. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടിക ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഇന്ത്യയിലെ 18ാമത് മികച്ച ബാങ്കാണ്. ആക്രി കച്ചവടത്തിൻ്റെ മറവിൽ നടത്തുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയൊരു പരിശോധനയാണ് ഓപ്പറേഷൻ പാംട്രി. അപ്പം ഇവിടെ നമുക്കൊരു കണക്ഷനുണ്ട്, ആക്രി പാംട്രി. അപ്പോൾ അവിടെ ഒരു കണക്ഷനുണ്ട്. അത് എന്തിനാണ്? GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാംട്രി. കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ്. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനവും കേരളമാണ്.
ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമിയുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ശ്രീകണ്ഠേശ്വരം ചട്ടമ്പി സ്വാമി പാർക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്തായിരുന്നു? ചട്ടമ്പി സ്വാമിയുടെ ശതാബ്ദി, സമാധിയുടെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് വള്ളിക്കുന്നത്തു എന്തുണ്ട്? പ്രതിമയുണ്ട്. ഇവിടെ പറഞ്ഞത് എന്താണ്? ചട്ടമ്പി സ്വാമിയുടെ സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമിയുടെ പ്രതിമ സ്ഥാപിച്ചത് ശ്രീകണ്ഠേശ്വരം ചട്ടമ്പി സ്വാമി പാർക്ക്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് അക്ഷര മ്യൂസിയം, നാട്ടകം, കോട്ടയം. അടുത്തിടെ ഹാബ്രോസ്റ്റിസം, സഹ്യാദ്രി, ഇരുര, ശെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. ശംഖുമുഖം കടൽത്തീരത്ത് മുട്ടയിടാനെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമയാണ് ഒലിവ് റിഡ്ലി കടലാമ. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻ്ററാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചത്. മദ്രാസ് IIT ആണ് ഇത് വികസിപ്പിച്ചത്. ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടുവാണ് സമം. ഫോബ്സ് പുറത്തിറക്കിയ 2024 മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ആക്രി കച്ചവടത്തിൻ്റെ മറവിൽ നടത്തുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാൻട്രി. കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കുടുംബശ്രീയുടെ പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ്. പാലിയേറ്റീവ് കെയർ നയമാണ് കേരളം. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയത് കേരളമാണ്. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് ശ്രീകണ്ഠേശ്വരം ചട്ടമ്പി സ്വാമി പാർക്ക്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം, ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം, അക്ഷര മ്യൂസിയം, നാട്ടകം, കോട്ടയം. അടുത്തിടെ ഹാബ്രോസിസ്റ്റം, സഹ്യാദ്രി, ഇരുര, ശെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണേത്? ശെന്തുരുണി വന്യജീവി സങ്കേതം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? എഴുതി നോട്ട് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത കുറച്ച് കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്